പത്തനംതിട്ടയിൽ മെഴുവേലിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ കൊലപാതക സാധ്യത പരിശോധിച്ച് പോലീസ്. സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തും. കുഞ്ഞിന്റെ മരണത്തിൽ കൊലപാതക സാധ്യതയാണ് പോലീസ് കാണുന്നത്. വീട്ടിൽ പ്രസവിച്ചതിന് തൊട്ടുപിന്നാലെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചെന്നും ചേമ്പിലയിൽ പൊതിഞ്ഞ അയൽവീടിന്റെ പറമ്പിൽ തള്ളിയെന്നും യുവതി മൊഴി നൽകിയിരുന്നു. കാമുകയിൽ നിന്നാണ് ഗർഭിണിയായതെന്നും അവിവാഹിതയായ 21-കാരിയുടെ മൊഴിയിലുണ്ട്. മരിച്ച കുഞ്ഞിന്റെ അമ്മ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ നൽകിയ വിവരമനുസരിച്ച് ആശുപത്രി അധികൃതരാണ് കുഞ്ഞിനെക്കുറിച്ച് പോലീസിനെ അറിയിച്ചത്. അതിന് ഏകദേശം 3/4 മണിക്കൂർ മുന്നേ ഇവിടെ CMO ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോൾ വന്നിരുന്നു. ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞ് കിടങ്ങന്നൂരുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്. തലകറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റുമായിട്ടും ക്ലോട്ട്സ് കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈന്റുമായിട്ടാണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത്. അപ്പോൾ എന്നെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടർ അമൽ വിളിച്ചു ചോദിച്ചു ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്. മെഡിസിൻ എല്ലാം ഓവർ ഫോൺ പറഞ്ഞു കൊടുത്തു. പക്ഷേ ബ്ലീഡിംഗ് കൺട്രോളിലാകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ 7 ആയിരുന്നു. കൗണ്ട് നോക്കുമ്പോൾ 33,000 ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റ് സെപ്സിസിലാണ്. ആൻഡ് വളരെ വെളുത്ത പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വജൈന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. ഇലവുംതിട്ട പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ നൽകുന്ന വിവരമനുസരിച്ചാകും പോലീസ് FIR-ൽ മാറ്റം വരുത്തുക. യുവതിയുടെ ബന്ധുക്കളെയും കാമുകനെയും വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.